Hi everyone, welcome to CVQ. KTU 2019 സ്കീം CET 301 സ്ട്രക്ചറൽ അനാലിസിസ് 1 എന്ന് പറയുന്ന കോഴ്സിൻ്റെ സിലബസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിൽ ടോട്ടൽ 5 മൊഡ്യൂൾസ് ആണുള്ളത്. സോ ഓരോ മൊഡ്യൂളിലും എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സ്ലൈഡിൽ മൊഡ്യൂൾ 1ൻ്റെ ടോപ്പിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. മൊഡ്യൂൾ 1 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ട്രസ് ആണ്. ട്രസ്സിൻ്റെ അനാലിസിസ് ആണ് പഠിക്കാനുള്ളത്. അനാലിസിസ് ഓഫ് ട്രസ്സിൽ തന്നെ 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് മെത്തേഡ് ഓഫ് ജോയിൻസും അതേപോലെ ഒന്ന് മെത്തേഡ് ഓഫ് സെക്ഷൻസും. സോ ഈ 2 മെത്തേഡ്സും പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു 3 മെത്തേഡ്സ് കാണാം. മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ, മൊമെൻറ്റേരിയ മെത്തേഡ് ആൻഡ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം പാർട്ട് 1. ഈ 3 മെത്തേഡ്സും ബീമിലൊക്കെ ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. സോ ഈ ഒരു 3 മെത്തേഡ്സ് പഠിക്കാനുണ്ട്. ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ സ്ട്രക്ചറൽ ഡീഫോർമേഷൻസ് കണ്ടുപിടിക്കാൻ പഠിക്കുന്നു. സ്ലോപ്പും ഡിഫ്ലക്ഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ടു ദ സബ്ജക്റ്റ് എന്ന് പറയുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഒന്നും കൂടെ ഒരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാം. സോ ഇങ്ങനെ ഈ ഒരു 5 മെത്തേഡ്സ് ആണ് മൊഡ്യൂൾ 1ൽ പഠിക്കാനുള്ളത്. ട്രസ്സിൻ്റെ അനാലിസിസിൽ വരുന്ന 2 മെത്തേഡും അതേപോലെ തന്നെ സ്ട്രക്ചറൽ ഡീഫോർമേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ്, വിച്ച് ഇസ് മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ, മൊമെൻറ്റേരിയ മെത്തേഡ് ആൻഡ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം 1നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ്. എനിക്ക് തോന്നുന്നു 5 മൊഡ്യൂളിലും ഏറ്റവും ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂളും ഫസ്റ്റ് മൊഡ്യൂളാണ്. കാരണം ടോട്ടൽ 5 മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എൻ്റെ ഒരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ മൊഡ്യൂളിലും 3 മാർക്ക് ക്വസ്റ്റ്യനും ഉണ്ട്, അതേപോലെ തന്നെ 14 മാർക്ക് ക്വസ്റ്റ്യനും ഉണ്ട്. 3 മാർക്ക് ക്വസ്റ്റ്യനെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. 14 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും ട്രസ്സിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ബാക്കി 3 മെത്തേഡ്സും വരുന്നത്. ഒരു ട്രസ്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ ഓറായിട്ട് ഒന്നെങ്കിൽ മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ മൊമെൻറ്റേരിയ ഓർ കാസ്റ്റിഗ്ലിയാനോസ് ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ട്രസ്സിൽ തന്നെ ഇറ്റ് ക്യാൻ ബി ഐദർ മെത്തേഡ് ഓഫ് സെക്ഷൻസ് ഓർ മെത്തേഡ് ഓഫ് ജോയിൻസ്. അങ്ങനെയാണ് ഒരു പ്രീവിയസ് ഇയർ പാറ്റേൺ. അങ്ങനെ തന്നെ ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. ഒരു ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ പാറ്റേൺ ഇങ്ങനെയാണ് ഓർ ക്വസ്റ്റ്യൻ എന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന മൊഡ്യൂളാണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2ൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ടോപ്പിക്ക് നോക്കിയാൽ കാണാം പ്രിൻസിപ്പൽ ഓഫ് വെർച്വൽ വർക്ക്, ബെറ്റീസ് തിയറം, മാക്സ്വെൽസ് ലോ ഓഫ് റെസിപ്രോക്കൽ ഡിഫ്ലക്ഷൻ എന്ന് എഴുതിയിട്ടുള്ളത്. ഇതൊരു തിയറി പാർട്ടാണ്. ഈ തിയറംസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ചെറിയ പ്രൂഫ്, കാര്യങ്ങൾ, ഇക്വേഷൻസ് ഇതൊക്കെയാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. അധികം 3 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ ഈ പ്രൂഫും തിയറംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം യൂണിറ്റ് ലോഡ് മെത്തേഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീം ആൻഡ് ട്രസ് എന്ന് പറഞ്ഞിട്ട്. മൊഡ്യൂൾ 2ൽ വരുന്ന ഫസ്റ്റ് ന്യൂമറിക്കൽ മെത്തേഡാണ് യൂണിറ്റ് ലോഡ് മെത്തേഡ് എന്ന് പറയുന്നത്. എഗെയിൻ ഈ ഒരു മെത്തേഡ് ഡിഫ്ലക്ഷനും സ്ലോപ്പും സ്ട്രക്ചറൽ ഡീഫോർമേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്കൊരു ടോപ്പിക്ക് കാണാം ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ആൻഡ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി, ഇൻട്രൊഡക്ഷൻ ടു ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന്. എഗെയിൻ ഒരു തിയറി പാർട്ടാണത്. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നൊക്കെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് തൊട്ടിട്ടേ നിങ്ങൾ ആ ടേംസ് പഠിക്കുന്നുണ്ടാവും. സോ ആ ടേംസിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ പോർഷനാണത്. എന്താണ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം, പല സ്ട്രക്ചേഴ്സിലും ഡിഗ്രി ഓഫ് ഫ്രീഡം, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ആ ടോപ്പിക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. കാരണം നിങ്ങൾ എസ്സേൻ്റെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്ത് നോക്കിയാലും എസ്സേയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത്. അതേപോലെ തന്നെ ഫോഴ്സ് മെത്തേഡും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിലേക്കുള്ളൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ സെഷനാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന രണ്ടാമത്തെ ഒരു ന്യൂമറിക്കൽ പാർട്ട് വരുന്നത്, വിച്ച് ഇസ് മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡീഫോർമേഷൻ. ബീംസിലൊക്കെ ഇൻറ്റേർണൽ റിയാക്ഷൻസും മെമ്പർ ഫോഴ്സസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡീഫോർമേഷൻ എന്ന് പറയുന്നത്. സോ അതാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്.
അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കോൺസെപ്റ്റ് ഓഫ് എഫക്റ്റ് ഓഫ് പ്രീ സ്ട്രെയിൻ, ലാക്ക് ഓഫ് ഇറ്റ്, ടെമ്പറേച്ചർ ചേഞ്ചസ് ആൻഡ് സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് എന്ന്. ഈ ഒരു ടോപ്പിക്കിൽ ഇതും ഒരു തിയറി പോർഷനാണ്. എങ്ങനെയാണ് ടെമ്പറേച്ചർ ചേഞ്ചസ്, അതേപോലെ തന്നെ ലാക്ക് ഓഫ് ഇറ്റ്, സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് ഒക്കെ ഒരു സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുമ്പം എങ്ങനെയാണ് സ്ട്രക്ചറൽ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഈ എഫക്ട്സ് ഒക്കെ ഉണ്ടാകുമ്പം എങ്ങനെയാണ് അത് ആ സ്ട്രക്ചറിനെ അനാലിസിസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ആ ടോപ്പിക്കിൽ വരുന്നത്. മുന്നേ ഇതൊക്കെ ഈ എഫക്ട്സ് ഒക്കെ വരുമ്പം ന്യൂമറിക്കൽസ് ഉണ്ടായിരുന്നു. ഈ എഫക്ട്സ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് സ്ട്രക്ചറിനെ അനാലിസിസ് ചെയ്യുന്നതെന്നുള്ള ന്യൂമറിക്കലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് ന്യൂമറിക്കലി പഠിക്കാനില്ല. ജസ്റ്റ് എന്താണ് ടെമ്പറേച്ചർ എഫക്റ്റ്, എന്താണ് ലാക്ക് ഓഫ് ഇറ്റ്, എന്താണ് സപ്പോർട്ട് സെറ്റിൽമെൻറ്റ്, എങ്ങനെയാണ് അത് സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് മാത്രമാണ് പഠിക്കാനുള്ളത്. ന്യൂമറിക്കൽസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, തിയറിറ്റിക്കലി മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം പാർട്ട് 2 എന്ന് പറയുന്നത്. കാസ്റ്റിഗ്ലിയാനോസ് തിയറം പാർട്ട് 1 നമ്മൾ മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കാസ്റ്റിഗ്ലിയാനോസ് തിയറം പാർട്ട് 2 ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് വരുന്നത് മൊഡ്യൂൾ 2 സോ മൊഡ്യൂൾ 2 നിങ്ങൾക്ക് മെയിനായിട്ടും തിയറി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് യൂണിറ്റ് ലോഡ് മെത്തേഡും പിന്നെ ഒന്ന് മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡീഫർമേഷനും. പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാലും യൂണിറ്റ് ലോഡ് മെത്തേഡിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡീഫർമേഷൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഇതുവരെ. നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 2 മെത്തേഡ്സ് ആണ് എഗെയിൻ പഠിക്കാനുള്ളത്. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഒന്ന് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡും ഒന്ന് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും. ഈ 2 മെത്തേഡ്സും നിങ്ങൾക്ക് ബീമിലും ഫ്രെയിമിലും ഈ 2 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ എഗെയിൻ ഇൻറ്റേർണൽ ഫോഴ്സസും അതേപോലെ എൻ മൊമെൻറ്റ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ യൂസ് ചെയ്തിട്ട് ബീമും ഫ്രെയിമും അതേപോലെ തന്നെ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചറിനെ അനാലിസിസ് ചെയ്യാനുണ്ട്. ഈ 2 മെത്തേഡ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കോൺസെപ്റ്റും അതിൻ്റെ ഇക്വേഷൻസിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ന്യൂമറിക്കൽ പാർട്ടും കൂടെ പഠിക്കാനുണ്ടാവും. പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പാറ്റേണിലും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. സ്ലോപ്പ് ഡിഫ്ലക്ഷനിൽ തന്നെ നമുക്ക് ഇറ്റ് ക്യാൻ ബി ഐദർ ഫ്രെയിം ഓർ ബീം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഓർ ആയിട്ട് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയാണ് എക്സാം പാറ്റേണിൽ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മൊഡ്യൂൾ 4 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗെയിൻ 2 ടോപ്പിക്കാണുള്ളത്. ഒന്ന് കേബിളും അതേപോലെ തന്നെ ഒന്ന് സസ്പെൻഷൻ ബ്രിഡ്ജസും. സസ്പെൻഷൻ ബ്രിഡ്ജസ് എഗെയിൻ ഒരു തിയററ്റിക്കൽ ടോപ്പിക്കാണ്. എന്താണ് സസ്പെൻഷൻ ബ്രിഡ്ജ്, അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്, സ്കീമാറ്റിക് ഡയഗ്രാം, ആ രീതിയിലൊക്കെ തിയറി ആയിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് പഠിക്കാനാണ് നമുക്കുള്ളത്. ഇതുവരെ അതിൻ്റെ ന്യൂമറിക്കൽസ് ഒന്നും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ വരുന്നൊരു ടോപ്പിക്ക് കേബിളാണ്. കേബിൾസ് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കേബിളിൻ്റെ കോൺസെപ്റ്റും ഡയഗ്രവും അതേപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് ലോഡും UDL ഒക്കെ ആക്ട് ചെയ്യുമ്പോൾ കേബിളിൻ്റെ സ്ട്രക്ചറൽ ബിഹേവിയർ കാര്യങ്ങളെല്ലാം അനാലിസിസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാം പാറ്റേണിൽ നിങ്ങൾക്ക് 4th മൊഡ്യൂളിൽ കേബിൾസിൻ്റെ 2 ക്വസ്റ്റ്യൻ തന്നെയാണ് എപ്പോഴും ഓറായിട്ട് വരാറ്. കേബിൾസിൽ തന്നെയാണ് 2 14 മാർക്ക് ക്വസ്റ്റ്യനും ചോദിച്ച് കണ്ടിട്ടുള്ളത്. മൊഡ്യൂൾ 5 എഗെയിൻ 2 ടോപ്പിക്സ് ആണുള്ളത്. ഒന്ന് ആർച്ചസും ഒന്ന് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രോ ആണ്. അതിൽ ആർച്ചസിൽ നിങ്ങൾക്ക് ആർച്ചസ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസെപ്റ്റും അതേപോലെ തന്നെ ന്യൂമറിക്കൽസും പഠിക്കാനുണ്ട്, അതിൻ്റെ അനാലിസിസും കാര്യങ്ങളും പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൽ നമുക്ക് മൂവിങ് ലോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരികയാണ്. ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം സ്റ്റാറ്റിക് ലോഡ്സ് വെച്ചിട്ടായിരുന്നു. സോ ഇനി മൂവിങ് ലോഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള അനാലിസിസ് ആണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ഈ ഒരു മൊഡ്യൂളിലും 14 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ എപ്പോഴും ആർച്ചസിന് ഓറായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആർച്ച് എന്നായിരിക്കും, അതിന് ഓറായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ ഇത്രയുമാണ് ഈ ഒരു എൻറ്റയർ CET 301ൻ്റെ 5 മൊഡ്യൂൾസിൽ നിങ്ങൾക്ക് കവർ ചെയ്യുന്ന ടോപ്പിക്സ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി എക്സാം പാറ്റേൺ എങ്ങനെയാണ് 14 മാർക്ക് ക്വസ്റ്റ്യൻസ് ഓർ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത് അതേപോലെ തന്നെ ചോദിക്കണം എന്നില്ല. ഇതുവരെ പ്രീവിയസ് ഇയറിൽ ഇങ്ങനൊരു പാറ്റേൺ ആണ്
എന്ന് നിങ്ങൾ ഇൻഫോം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ന്യൂമറിക്കൽസ് കൂടുതലുള്ളൊരു സബ്ജക്റ്റാണ്. തിയറി ഭയങ്കര ലിമിറ്റഡ് ആണ്. കുറച്ച് തിയറംസും ലോസും അതേപോലെ കുറച്ച് കോൺസെപ്റ്റ്സും എല്ലാ ന്യൂമറിക്കൽ മെത്തേഡിൻ്റെ കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സോ തിയറി ഈസ് ലിമിറ്റഡ്. ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള തിയറി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കോൺസെപ്റ്റൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ന്യൂമറിക്കൽസും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിലാക്കി പഠിച്ചാൽ ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് ഒരു പ്രോബ്ലം വരാൻ പോകുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. കാരണം അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. കാൽക്കുലേഷൻസ് ഉണ്ടാവും. എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അനാലിസിസിൽ എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടണം. ഡിസൈൻ മാതിരിയല്ല. ഡിസൈൻ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ അനാലിസിസിൽ ഒരു കറക്റ്റ് ആ ഒരു സ്ട്രക്ചറിൽ ഒരു ലോഡ് ആക്ട് ചെയ്ത് ആ സ്ട്രക്ചറിനെ അനാലിസിസ് ചെയ്യുമ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ പക്കായിട്ട് കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടണം. സോ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്ക് ഓരോ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സബ്ജക്റ്റ് ഇനീഷ്യലി പഠിക്കുമ്പോഴേ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വെറുതെ വായിച്ച് പഠിക്കാതെ എപ്പോഴും ചെയ്ത് തന്നെ എഴുതി തന്നെ പഠിക്കുക. എന്നാലേ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ആ ഒരു സ്പീഡ് കിട്ടുള്ളൂ. അല്ലാതെ വായിച്ച് പഠിച്ചിട്ട് എക്സാമിന് ആദ്യമായിട്ട് എഴുതാൻ പോകുമ്പോൾ നമുക്ക് ആ സ്പീഡ് കിട്ടില്ല. സോ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ആദ്യമേ പഠിക്കുമ്പോൾ ചെയ്ത് പഠിക്കുക. ഒരു ടൈം വെച്ചിട്ട് പഠിക്കുക. ഇത്ര മിനിറ്റ് കൊണ്ട് ഈ പ്രോബ്ലം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ ടൈമിനെ മാനേജ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. കാരണം അവിടെയാണ് പലപ്പോഴും കുട്ടികൾക്ക് ഗ്രേഡ് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ടൈമിൻ്റെ ഉള്ളിൽ 3 hours കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാൻ പറ്റിയില്ല, സമയം തികഞ്ഞില്ല എന്നൊക്കെയാണ് പ്രശ്നം വരാറ്. അപ്പോൾ അതാദ്യമേ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ടൈം കറക്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൻ്റെ സിലബസ് മനസ്സിലായിട്ടുണ്ടാവും. എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത് എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ please like the video, and for more videos subscribe to my YouTube channel. Thank you.